ഈസ്റ്ററും വിഷുവൊക്കെ ആയിട്ട് ഭയങ്കര തിരക്കായിരുന്നു തയ്ക്കാൻ. ആ തയ്ക്കാൻ ഇരുന്നപ്പോൾ എന്നെ പിടിച്ച് വെച്ച് ഇതാ തേച്ച് വെച്ചിട്ട് ഇവിടെ ഇരിക്കുകയാണ്. ആരെന്നെ കണ്ട് പേടിക്കൊന്നും വേണ്ട കേട്ടോ. ഞാനിരുന്ന് തയ്ച്ചുകൊണ്ടിരിക്കുമായിരുന്നു, എന്നെ പിടിച്ച് ഇതാ വാരി തേച്ച് വെച്ചിട്ട് എൻ്റെ അരമണിക്കൂർ കളഞ്ഞു. കണ്ണടയും വെക്കത്തില്ല, ഒന്നും വെക്കത്തില്ല, ഇങ്ങനെ ഇരിക്കുവാണ്. എൻ്റെ മോളുടെ പണിയായത്. പിന്നെ ഞാൻ നിന്ന് കൊടുത്ത എന്നാന്നറിയാമോ, അവർക്കൊരു രസമല്ലേ എന്നെ വാരിത്തേച്ച് ഇങ്ങനെയൊക്കെ ഇരുത്തുന്നത്. അതുകൊണ്ട് ഞാൻ അവരുടെ കൂട്ടത്തിൽ ഇരുന്നതാണ്. മക്കൾ പറയുമ്പോൾ അമ്മമാരനുസരിക്കാതെ ഇങ്ങനെ ഇരിക്കുന്നല്ലേ. പേടിക്കണ്ട കേട്ടോ, ഇത് ഞാൻ തന്നെ. എനിക്ക് വർത്താനം പറയാൻ പേരെ പറ്റുന്നില്ല. എന്നാ ചെയ്യാനാ ഇവരുടെ ഓരോ കാര്യം. അവർ തേച്ചപ്പോൾ എൻ്റെ മുഖത്തും കൂടെ വാരി തേച്ച് വെച്ചതാണ്. അരമണിക്കൂർ റെസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് വർത്താനം പറയരുതെന്ന് പറഞ്ഞു. പക്ഷേ ഞാനിവിടെ കുത്തിയിരുന്ന് ഇവരെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. കുറേ നേരത്തെ മെനക്കെടതിന് ശേഷം ഞാനെല്ലാം പറിച്ച് കളഞ്ഞ് എൻ്റെ കണ്ണിക്കൂടെ പൊന്നീച്ച വളർന്നു. എന്നെ വേദനയാണെന്നറിയാമോ? നിങ്ങളവർക്ക് ഇതൊക്കെ ചെയ്തിട്ട് എന്താ ഇതാന്ന് ഒരു കാര്യമില്ല. എന്നുവെച്ചാൽ അവർ തേക്കുന്ന കണ്ടപ്പോൾ എന്നെ പിടിച്ച് എനിക്ക് ഉറക്കം വരുന്നു എന്നൊക്കെ പറഞ്ഞ് രാത്രിയിൽ അത് കേട്ടപ്പോഴത്തേന് അമ്മ ഇങ്ങ് വന്നേന്നും പറഞ്ഞ് എന്നെ പിടിച്ചു ഇരുത്തിയിട്ട് കണ്ണടയ്ക്കാൻ പറഞ്ഞു. കണ്ണടച്ച് കഴിയുമ്പോഴത്തേന് മുഖത്തെല്ലാം അങ്ങ് വാരി തേച്ച് വെച്ചു. ഞാനെന്നിട്ട് കുറേ വഴക്കൊക്കെ കൂടി. അങ്ങനെ ഒരു 1/4 മണിക്കൂർ നേരം എന്നെ കളഞ്ഞു. ഇത് ചെയ്യുന്നതിന് എന്തോ ഒരു പേരൊക്കെ പറഞ്ഞായിരുന്നു കേട്ടോ. എനിക്കതൊക്കെ മറന്നുപോയി. എന്തോ ഒരു പേരുണ്ടായിരുന്നു. കരിയും എന്തൊക്കെയോ വാരി തേച്ച് വെച്ചിട്ട് രസമായിരുന്നു. പിള്ളേരെ